ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. വിദേശ രാജ്യത്ത് മാത്രം കണ്ടുവരുന്ന രുചിയേറിയ അഭ്യൂ പഴങ്ങൾ നമ്മുടെ നാട്ടിലും യഥേഷ്ടം ലഭ്യമായി തുടങ്ങി. നാട്ടിലെ നഴ്സറികളിൽ അഭ്യൂ ചെടികളുടെ തൈകൾ ലഭ്യമാണ്. ഈ പഴത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചും നട്ടുപരിപാലിക്കാം. തിരുമേനി കോക്കടവിലെ നെല്ലിവേലിൽ ജോളിച്ചന്റെ വീടിനോട് ചേർന്ന് നട്ട അഭ്യൂ ചെടിയിൽ 1.5 വർഷം പിന്നിട്ടപ്പോൾ കായ്ഫലം ലഭിക്കുകയും ഇപ്പോൾ ഈ ചെടിക്ക് 3 വർഷം വളർച്ചയെത്തുകയും ചെയ്തു. അധികം ഉയരം വയ്ക്കാത്ത ഈ ചെടിയുടെ എല്ലാ ചില്ലകളിലും നിറയെ കായ്ഫലമുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഈ പഴത്തിന് കരിക്കിന്റെ ടേസ്റ്റാണുള്ളത്. 2 വിത്ത് വരെ ഒരു പഴത്തിൽ കാണാം. വേനൽക്കാലത്താണ് ഇവ പാകമാകുന്നത്. ശരാശരി പഴത്തിന് 400 ഗ്രാം വരെ തൂക്കമുണ്ടാകും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഇവ നന്നായി വളരുന്നതും കായ്ക്കുന്നതും. ഫ്രൂട്ട്സാണ്. ഇതിപ്പോൾ നമ്മളിവിടെ മേടിച്ച് ചെറുപുഴ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ ഇതിപ്പം 3ാമത്തെ വർഷമാണ്. 1.5 വർഷം മുതൽ ഇത് കഴിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് നല്ല ഈ കരിക്കിൻ്റെ പൾപ്പ് പോലെ നല്ല ഫുള്ളായിട്ട് ഇതിൻ്റെ പുറം തോട് മാത്രമേ ലേശം പോകാനുള്ളൂ. ബാക്കി ഫുള്ള് നമുക്ക് കഴിക്കാനുള്ള 2 കുരു, 1 കുരു മുതൽ 1, 2, 3, ചിലതിനകത്ത് 3 ഉണ്ടാകുന്നുണ്ട്, ചിലതിനകത്ത് 2, ചിലതിന് 1. അത് നല്ല ഫുള്ളായിട്ട്. പിന്നെ ഇത് ഷെയ്ക്കൊക്കെ അടിക്കാൻ നല്ല 1-ാം തരം പശു സാധനം. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.